Hi students, alternating current എന്നുള്ള ചാപ്റ്ററിൻ്റെ തേർഡ് വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ എ സി സർക്യൂട്ടിലേക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്താലുള്ള പ്രത്യേകതകളാണ് ഡിസ്കസ് ചെയ്തത്. ഇൻ സെയിം ആൻഡ് സിമിലർ വേ എ സി സർക്യൂട്ടിലേക്ക് ഒരു ഇൻഡക്ടർ വിത്ത് ഇൻഡക്റ്റൻസ് എൽ ഒരു കോയിൽ കണക്ട് ചെയ്താൽ, എ സിയിലേക്ക് കണക്ട് ചെയ്താൽ, എ സി സോഴ്സിലേക്ക് കണക്ട് ചെയ്താൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നാണ് പറയാൻ പോകുന്നത്. See the figure. We have an AC source is connected with an inductor with inductance L. As you know, the instantaneous voltage is V and its instantaneous value is V is equal to Vm sin omega t, no doubt. Okay. So according to Kirchhoff's rule for a closed circuit, you can apply Kirchhoff's second rule. Algebraic sum of total potential change in a closed circuit is always 0. Therefore, I can write V minus L di by dt is equal to 0. Total is 0 ആവണ്ടേ, ഒന്ന് പ്ലസ് ആണെങ്കിൽ ഒന്ന് മൈനസ് ആയിരിക്കും. Then V is equal to L di by dt, right? നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ ഐ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നൗ ദ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഇസ് നോ ഡൗട്ട് നേരത്തെ അതേപോലെ V is equal to Vm sin omega t. Let it be equation number 1, right? Then you have to find the current. Then current കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഡി ഐ ബൈ ഡി ടി ഇൻറ്റു ഡി ടി, ഓക്കെ, ഇസ് ഈക്വൽ ടു വി എം ബൈ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടിയുടെ ഇൻ്റഗ്രേഷൻ വരും അല്ലേ. ഇൻ്റഗ്രൽ ഓഫ് വി എം ബൈ എൽ സൈൻ ഒമേഗ ടി എന്ന് വരും അല്ലേ. ഡി ഐ കാണാൻ, സോ ഇൻ്റഗ്രൽ ഓഫ് ഡി ഐ ഇസ് ഐ. സോ ഐ ഇസ് ഈക്വൽ ടു മൈനസ് വി എം ബൈ എൽ ഒമേഗ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി ഇസ് കോസ് ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി, അതാണ് ഈ മൈനസ് സൈൻ, കോസ് ഒമേഗ ടി divided by omega. Integral of sin omega t dt is minus cos omega t by omega. അങ്ങനെയാണ് ഈ മൈനസ് സൈൻ വന്നിരിക്കുന്നത്. നമ്മൾ ഇതിലൊരു ചേഞ്ച് വരുത്താം. ഈ മൈനസ് കോസ് ഒമേഗ ടിയെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് യു നോ മൈനസ് കോസ് തീറ്റ സിക്കൽ ടു സൈൻ തീറ്റ മൈനസ് പൈ ബൈ 2 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു മൈനസ് സൈൻ അവിടെ ഒഴിവാക്കാൻ പറ്റും. സോ വി കൻ റൈറ്റ് ഐ സിക്കൽ ടു വി എം ബൈ എൽ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 സൈൻ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദർഫോർ ഐ ക്യാൻ റൈറ്റ് ഐ സിക്കൽ ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. സോ ദിസ് ഇസ് ഇക്വേഷൻ ഫോർ കറണ്ട്. നേരത്തെ വോൾട്ടേജ് ഇക്വേഷൻ നമുക്കറിയാം. ഹിയർ ഐ എം ഇസ് ഇക്വൽ ടു വി എം ബൈ എൽ ഒമേഗ. കാരണം വി എം ബൈ എൽ ഒമേഗ എന്നുള്ളതിന് പകരമാണ് നമ്മൾ ഐ എം പീക്ക് വാല്യൂ ഓഫ് കറണ്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വലൻ ടു നമ്മൾ റെസിസ്റ്ററിൽ ചെയ്ത പോലെ വി എം ബൈ ആറിന് ഈക്വലൻ്റ് ആണ്. സോ എൽ ഒമേഗ ഇസ് ഈക്വലൻ ടു റെസിസ്റ്റൻസ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് റെസിസ്റ്റൻസ് and it is known as inductive reactance. So L omega is equal to XL, is represented as XL, and it is known as inductive reactance. No doubt its unit and say dimension are same as that of resistance. Okay, ohm is the SI unit of inductive reactance. And Im is equal to Vm by L omega എന്നുള്ളതിന് പകരം എനിക്ക് എന്ത് എഴുതാപ്പോൾ Im is equal to Vm by L omega എന്നുള്ളതിന് പകരം Vm by XL എന്ന് എഴുതാം. ഓക്കെ, സോ XL is equal to L omega and omega is 2 pi f. So I can rewrite like the equation like this is equal to L into 2 pi f. ഓക്കെ, ഇതാണ് കേസ്. അപ്പോൾ ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. XL is equal to L into 2 pi f എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. XL is directly proportional F. As frequency increases, inductive reactance increases. As frequency decreases, inductive reactance decreases. That means XL and F are directly proportional. So that if you are drawing a graph connecting XL and F, so graph will be a straight line. The graph will be a straight line. Okay, what do you mean by inductive reactance? It's the opposition offered by inductor to the flow of AC. AC യുടെ ഫ്ലോവിനെ ബ്ലോക്ക് ചെയ്യാനുള്ള, ഫ്ലോവിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഇൻഡക്ടറിൻ്റെ കഴിവാണ് ആക്ച്വലി ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇനി നമുക്കിപ്പോൾ ഇവിടെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇക്വേഷൻസ് അറിയാം. അതിനെ ബേസ് ചെയ്ത് നമുക്ക് വോൾട്ടേജ് കറണ്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തിയാൽ ദാ ഇങ്ങനൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടാം. ഓക്കെ, സോ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഫോർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഇസ് ലൈക്ക് ദിസ്. ക്ലിയർലി യു ക്യാൻ സീ ദാറ്റ് ദ വോൾട്ടേജ് ഇസ് ലീഡിങ് ദ കറണ്ട് ബൈ പൈ ബൈ 2. ഓക്കെ, phase of voltage is V is equal to Vm sin omega. The phase is omega t and the phase of current is omega t minus pi by 2. That means current is lagging the voltage
by an angle pi by 2. So, if you are drawing the phasor diagram for inductive circuit, it will be like this. See, we are drawing two mutual perpendicular lines, then we are drawing voltage and current. Voltage in the phase omega t, current in the phase omega t minus pi by 2 ആണ്. അപ്പോൾ കറണ്ടും വോൾട്ടേജും തമ്മിൽ ആൾറെഡി ഒരു pi by 2 വ്യത്യാസം ഉണ്ടെന്ന് കാണിക്കാൻ കറണ്ടിനെ താഴേക്ക് വരച്ചിരിക്കുന്നു, കണ്ടില്ലേ? Okay, so the angle between voltage and current is pi by 2 and current is lagging the voltage by pi by 2. Then the vertical component of voltage phasor is Vm sin omega t and the vertical component of current phasor is Im sin omega t minus pi by 2. Okay, ഇത് നമുക്ക് വളരെ ക്ലിയർ ആണ്. It is rotating in anti-clockwise direction. Now the voltage is leading the current by pi by 2. Okay, then instantaneous power dissipated in inductor is instantaneous power. Instantaneous power is equal to instantaneous voltage and instantaneous current. So, Vm sin omega t into Im sin omega t minus pi by 2 എന്നോ sin omega t minus pi by 2 is cos omega t ആണല്ലോ, നമുക്കറിയാലോ, minus cos omega t. അപ്പോൾ അത് നേരിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, I can write our instantaneous power is equal to Im minus Im into Vm into sin omega t into cos omega t. Okay, and sin omega t into cos omega t is sin 2 omega t. So, I can write average power, instantaneous power is equal to minus Im into Vm into sin 2 omega t divided by 2 omega. Because 2 sin theta cos theta is sin 2 theta. ഇവിടെ sin theta cos theta എന്ന് മാത്രമേ ഉള്ളൂ. So, 1 by 2 കൊടുക്കണ്ടേ? ഇതാണ് ചെയ്തിരിക്കുന്നത്. Then average power in inductive circuit is average power for one cycle. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പീരിയോഡിക് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കും. ഇതാ നോക്കൂ. Therefore, average power is equal to minus Im into Vm by 2 into sin 2 omega t യുടെ ആവറേജ്. അതിൽ ആവറേജ് കാണേണ്ടത് ആർക്കും മാത്രമാണ്. Vm, Im, 2 എല്ലാം കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ sin 2 omega t യുടെ ആവറേജ് മാത്രം കണ്ടാൽ മതി. So, average power is equal to minus Im Vm by 2 into average of sin 2 omega t. നേരത്തെ യൂസ് ചെയ്ത ആവറേജിൻ്റെ അതേ ഫംഗ്ഷൻ 1 by t integral of 0 to t sin 2 omega t dt ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് 0 ആണ്. So, average of sin 2 omega t is 0. So, the total average power for one cycle of AC in an inductor is 0. So, we are applying an AC, but the total power consumed by inductor for one cycle of AC is 0. Okay, that's why we used to say like this. The AC current passing through an inductor is generally called as wattless current. Wattless, W-A-T-T, wattless current എന്ന് പറയാം, powerless current, because the average power consumed by inductor in AC for one cycle is always 0. Okay, that's all. Same and similar way, we will move to the another idea, AC voltage applied to a capacitor. We have an AC source and we have a capacitor with a capacitance C. Okay, when a capacitor is connected to AC source, it is continuously charging and discharging. At the same time, when a capacitor is connected to DC, the current flows for a short interval of time to charge the capacitor, one plate as positive and the other plate as negative. Then there will be no further flow of charges or current through the capacitor when it is connected in DC. When the capacitor is fully charged, it will block the current flow and there will be no current through the capacitor when it is connected in DC. When it is connected to AC, it regulates the AC, it controls the AC. Okay, but it will not completely prevent the flow of charge. AC circuit, the capacitor alternately charge and discharge and continuously working with AC, and it will not never block the entire AC. DC-നെ ബ്ലോക്ക് ചെയ്യാനുള്ള എബിലിറ്റി കപ്പാസിറ്ററിന് കിട്ടുന്നു ഫുള്ളി ചാർജഡ് ആയാൽ. പക്ഷേ അതേസമയം AC-യിൽ കണക്ട് ചെയ്താൽ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്താൽ പിന്നെ ഡിസ്ചാർജ് ചെയ്യും, പിന്നെ പ്ലേറ്റുകൾ ഓപ്പോസിറ്റ് ആയിട്ട് ചാർജ് ചെയ്യും, വീണ്ടും ഡിസ്ചാർജ് ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കപ്പാസിറ്റർ AC-യിലും DC-യിലും കണക്ട് ചെയ്താലുള്ള വ്യത്യാസം. എനിവേ, യൂസിങ് ദിസ് സർക്യൂട്ട്, നമ്മൾ നേരത്തെ വരച്ച സർക്യൂട്ട് നോക്കൂ. ആ സർക്യൂട്ടിൽ കിർച്ചോഫ്സ് റൂൾ അപ്ലൈ ചെയ്താൽ അക്കോർഡിംഗ് ടു കിർച്ചോഫ്സ് റൂൾ Vm sin omega t, അതുപോലെ ഒരു വോൾട്ടേജ് കപ്പാസിറ്റർ ക്രോസ് സൈഡിലെ വോൾട്ടേജ് Q by C ആണ് അല്ലേ. സോ Vm sin omega t minus Q by C is equal to 0.
or I can write Vm sin omega t is equal to Q by C. Cross multiply here. Q is equal to C into Vm into sin omega t. Right? This is charge. We current. As you know, I is equal to dq by dt. So, d by dt of C into Vm into sin omega t. This C, Vm are constants. Okay. So, I can write like this. I is equal to Vm by 1 by C omega into d by dt of sin omega t. D by dt of sin omega t is cos omega t. So, I can write like this. Okay. I is equal to Vm by 1 by C omega into cos omega t. Because 1 by C omega finally comes to the numerator again. Okay. That is I is equal to Vm by 1 by C omega is just equivalent to Vm by R, but it is not resistance. 1 by C omega is not resistance. Okay. Anyway, it is similar to that of Vm by R. That is Im. Therefore, I is equal to Im into cos omega t. Okay. This cos omega t is sin omega t trigonometric function using. So, I is equal to Im into sin omega t plus pi by 2. Right? Here, Im is equal to Vm by 1 by C omega is equal to, it is equivalent to Vm by R, and this 1 by C omega is known as capacitive reactance. Capacitive reactance. Okay. And this is again having same unit and dimension as that of resistance, and capacitor is also having a property to regulate the AC current. Regulate in the factor capacitive reactance. For DC, the frequency will be 0, so capacitive reactance will be infinity. That means infinite opposition. So, what do you mean by capacitive reactance in the Chochal? Capacitive reactance is the opposition offered by capacitor to the flow of AC. Okay, capacitor AC the flow and opposite ability capacitive reactance. So, for DC, the frequency is 0, therefore, the opposition is infinite. That means there will be no flow of DC through capacitor. At the same time, AC particular frequency in the AC flow capacitor. This equation Xc is equal to 1 by C omega, and then omega and 2 pi f substitute X is equal to 1 by C into 2 pi f. That means capacitive reactance and frequency are inversely proportional. So, we can have a graph like this. X is taken along y axis and frequency is taken along x axis. They are inversely proportional. In high frequency low opposition, low frequency high opposition capacitor offer. Then the instantaneous power in capacitor, P is equal to V into I. So, Vm sin omega t into Im cos omega t. Then average power average of instantaneous function average. So, average power is equal to Im into Vm into cos omega t into sin omega t average. Vm Im constant sin omega t into cos omega t sin 2 omega t by 2, because 2 sin theta cos theta sin 2 theta. But 2 illa, 1 by 2 sin 2 omega t. This is the average. Average of sin 2 omega t for a 1 cycle of AC is 0. Therefore, average power consumed by capacitor is also 0. Again, the current AC passing through capacitor is known as wattless current. In either graphical representation, phasor diagram. This is a graphical representation of current and voltage variation in capacitor. Graph voltage graph starting from 0 and current graph starting from maximum value, positive maximum value. So, that is a graphical representation of voltage and current in capacitor. And the phasor diagram for capacitor, capacitor phasor diagram. This is explain current leading voltage lagging by an angle pi by 2. The current is ahead of voltage by pi by 2. So, the current is leading the voltage by pi by 2, or I can say voltage is lagging the current by pi by 2. And the vertical components, dotted line vertical components indicates the instantaneous values of voltage and current.
So these are the cases of resistor, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ കണക്റ്റഡ് ഇൻ എ സി. ഈ 3 കേസുകൾ ഒരേ ഫോർമാറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇതിൽ കിട്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിസൾട്ട്, ഇൻ കപ്പാസിറ്റർ ഓർ ഇൻഡക്ടർ ദ ആവറേജ് പവർ കൺസ്യൂംഡ് ബൈ എ സി ഈസ് ആൾവേസ് 0. ഓക്കെ, ഇത് നന്നായിട്ട് വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.